വൃത്തിയുള്ളൊരു വീടും അടുക്കളയും പരിസരവും അത് ആ ഒരു വീട്ടമ്മക്ക് അവളുടെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ്. പരിസരവും വീടും വൃത്തിയായിട്ട് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വീട്ടമ്മക്ക് മാത്രമേ അവനവൻ്റെ വീടും അടുക്കളയൊക്കെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. വൃത്തിയിൽ കഴുകി ചുടുവെള്ളത്തിലൊക്കെ കഴിക്കാൻ നല്ല വൃത്തിയിൽ ക്ലീനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ നമ്മൾ വെക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ ആ ഫ്രിഡ്ജ് വൃത്തിയിലല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളത് ക്ലീൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ന് വെച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി മുക്കാലും ഈ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഒരുപാട് തലവേദനയൊന്നുമില്ലാതെ ഒരുപാട് നേരം മെനക്കെടാതെ ഉരച്ചും മുരതിയും അതിന് ഒരുപാട് നേരം ഇങ്ങനെ തുറന്നിടുന്നത് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആരോഗ്യത്തിന് കേടാണ്. നമ്മുടെ ഫ്രിഡ്ജ് ഒരുപാട് കാലം നിൽക്കില്ല. നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഈ ചെറിയ സംഭവം കൊണ്ടുള്ള നമ്മളെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എത്ര കറ പിടിച്ച ഫ്രിഡ്ജായാലും ഇത് ഇങ്ങനെയുള്ള ഫ്രിഡ്ജായാലും ഒരു 8-10 മിനിറ്റ് കൊണ്ട് നമുക്കത് വെളുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടിയതും ഫ്രിഡ്ജ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈസി കുക്ക് അതുപോലെ മിക്സിയുടെ ജാറുകളൊക്കെ കണ്ടില്ല നിങ്ങൾ ആദ്യം ഈസി കുക്കിൻ്റെ കോലം. അതിപ്പോൾ ഒന്ന് ഈ ഒരു സംഭവം ചെയ്ത് നോക്കിയപ്പോൾ ഈസി കുക്കിൻ്റെ മോശമായി തന്നെ മാറി. ഈസി കുക്കിൽ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ടി കുറഞ്ഞ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ മാത്രമാണല്ലോ പറ്റുക. അവിടെ ഉമ്മ ഓർമ്മയില്ലാതെ ചിലപ്പോൾ അലുമിനിയം പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഈസി കുക്കിൽ ചിലപ്പോൾ കറ പിടിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്ത് അത് പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറ്, ഇതെല്ലാം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വൃത്തികേടുകളോ വന്നാൽ മതി നമ്മളെ മക്കൾക്ക് എന്നും അസുഖങ്ങളും കാര്യങ്ങളും വരാനായിട്ട്. കണ്ടോ, ഒരതാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ തന്നെയാണ് ഫ്രിഡ്ജിനുള്ളിലെ സംഭവങ്ങളും. നമ്മുടെ വാഷ് ബേസിന്, അതുപോലെ തന്നെ പാത്രം കഴിക്കുന്ന സിങ്ക്, അങ്ങനെ കറ പിടിച്ച് കിടക്കുന്ന എന്ത് സംഭവം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലിയർ ആക്കിയെടുക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ഫ്രിഡ്ജ് നേരത്തെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ അത് അടിപൊളിയായി. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ പാത്രങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ഉൾഭാഗത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് തേച്ചിടുക. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒന്ന് തുടച്ചിടാം. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന അതേ ഒരു രീതിയിലാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് 2 lakh വ്യൂ കിട്ടിയിരുന്നു. പക്ഷേ അതിലിങ്ങനെ സ്ലോ ആയിട്ടാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കംപ്ലൈൻറ്റുകളൊക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും അതുകൊണ്ട് ഞാനിതിൽ ഫാസ്റ്റായിട്ടാണ് പറയേണ്ടത്. ഇത് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പറയാമെന്ന് മാത്രമല്ല, ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതെല്ലാം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പണ്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു. അപ്പോൾ ആ വിളിക്കുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം അത് ആ വീഡിയോക്ക് കമൻറ്റായിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നോക്കാം. അതിന് പുറത്തേക്കൊന്നും പോകണ്ട. നമ്മളെ വീട്ടിൽ, നമ്മളെ മലയാളികളുടെ വീട്ടിലെല്ലാം ഉണ്ടാകുന്നൊരു സംഭവമാണ് വാഴ. പിന്നെ വാഴൻ്റെ ഇല നമുക്ക് സദ്യക്കൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ആ ഭാഗമുണ്ട്, തണ്ട്. വാഴ ശരിക്കും നമുക്ക് ഒരു അന്നപൂർണ്ണ എന്ന് തന്നെ പറയാം. അതിൻ്റെ കായ നമുക്ക് കഴിക്കാൻ പച്ചയായിട്ടും പഴുത്തതായിട്ടൊക്കെ എടുക്കാം. പിന്നെ വാഴപ്പിണ്ടി നമ്മൾ ഹെൽത്തിന് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനൊക്കെ. ഇല കൊണ്ട് നമുക്ക് സദ്യ കഴിക്കാൻ അടിപൊളിയാണ്. ഇത് അതിൻ്റെ നാര് കൊണ്ട് നമ്മൾ ഈ ഓലയൊക്കെ ആഞ്ഞിടുമ്പോൾ കെട്ടാൻ, അതുപോലെ അയൽ കെട്ടാനെല്ലാം പറ്റും. ഇപ്പം അത് അതിലും പവർഫുള്ളാണ് വാഴത്തണ്ട് എന്നുള്ള തെളിച്ചിരിക്കുകയാണ്. ഇതാ വാഴത്തണ്ട് ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് കുറച്ച് വിനിഗർ ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ എടുക്കാം. വിനിഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് അരക്കുക എന്ന് വെച്ചിട്ട് എന്നാലും അത് ഫുള്ള് ക്ലിയറായിട്ട് അരവാവുമൊന്നുമില്ല. അതിൻ്റെ നാരുകൾ അരയാതെ കിടക്കുന്നതുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ വിമ്മാണ് ചേർക്കുന്നത്. വിമ്മിൻ്റെ ലിക്വിഡ് ഇവിടെ ഞാൻ ചുമരൊക്കെ കഴിക്കിയപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നേരാൻ പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ വിമ്പാർ ഇവിടെ കൊണ്ടുവന്നതുണ്ട്, സ്റ്റോക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സോപ്പ് പൊടിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം. ഹാർപ്പിക്ക് അല്ലാത്തതാണ് കേട്ടോ നല്ലത്. ഹാർപ്പിക്ക് അതുപോലെ ക്ലോറക്സ് ഒക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് മക്കൾക്കൊക്കെ ചൂടാക്കി കൊടുക്കണം. അപ്പോൾ ആ ആവി ഇതൊക്കെ ആകുമ്പോൾ അത് ഹെൽത്തിന് എഫക്റ്റ് ആവും. അതുകൊണ്ട് ഹാർപ്പിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രിഡ്ജിനുള്ളിലേക്ക് യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ആ വാഴത്തണ്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി അത് നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു 3 സ്പൂൺ അപ്പക്കാരം, ഇനി ബേക്കിംഗ് സോഡ എന്നാണ് പറയുക അതിന്,
ബേക്കിംഗ് സോഡ അതിലേക്ക് ഇട്ട് വെക്കുക. ബേക്കിംഗ് സോഡയും വിനിഗറും കൂടെ ചേർന്നപ്പോഴാണത് കണ്ടോ പതഞ്ഞ് പൊങ്ങുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു വേസ്റ്റായിട്ടുള്ള അരിപ്പയിലിട്ടിട്ട് വിംബാർ കൂട്ടി അരക്കണ്ടെന്ന് വെച്ചിട്ടാണ് വിനിഗർ മാത്രം ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ അരച്ചത്. വിംബാർ അതിൽ അരക്കുമ്പോൾ ഇനി എന്തെങ്കിലും അംശം ബാക്കി വെച്ചിട്ട് ഇനി നമ്മൾ ഫുഡിനൊക്കെ എടുക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ വാഴത്തണ്ടും വിനിഗർ മാത്രമാണ് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു പഴയ ഒഴിവാക്കിയ ഒരു അരിപ്പയിൽ അല്ലെങ്കിൽ ഇന്ന് യൂസ് ചെയ്യുന്നതായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കേൾക്കുന്ന വെച്ചാൽ മതി. എത്ര അരച്ചാലും ഇതിൻ്റെ ഈ നാര് പോകില്ല. നാരോടെ നമ്മൾ ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ അത് നമുക്ക് പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് നാരിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യുക, അരിച്ചിട്ട് ഈ നാരുകളൊക്കെ അങ്ങോട്ട് കളയാം. അപ്പോൾ ഇതൊരു ലിക്വിഡ് അതുപോലെ ഹാർപ്പിക്കിൻ്റെ ഒക്കെ മാതിരി കുറച്ചൊരു കട്ടിയുള്ളൊരു വെള്ളമായിട്ടുണ്ടാവും. അതിൽ നിന്നിപ്പോൾ നമുക്കൊരു സ്ക്രബ്ബറോ അതല്ലെങ്കിൽ സ്പോഞ്ചോ ഇനിയിപ്പോൾ തുണിയായാലും മതി. ഇതാ ഈ വെള്ളം ഇതിങ്ങനെ കാണുന്നത് നോക്കേണ്ട മഹാപവറാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസി കുക്ക് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലുള്ള സ്വിച്ച് ബോർഡിനൊക്കെ ഇത് യൂസ് ചെയ്യട്ടെ, പക്ഷേ സ്വിച്ച് ബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം, മെയിൻ ഓഫ് ചെയ്തിട്ട് മാത്രം നിൽക്കുക. എന്നിട്ട് നിങ്ങളിത് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒന്നും കൂടെ എന്ത് ചെയ്യണം, പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്വിച്ച് ബോർഡ് ഇതാക്കി വെക്കുക. പണ്ടൊരു ദിവസം ഞാനൊരു സൊല്യൂഷൻ ശ്രദ്ധിച്ച് ഒരു ട്രൈ ചെയ്തിട്ട് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് തുടങ്ങിയിരുന്നു, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ട് ഇവിടെ ആകെ ഷോക്ക് അടിക്കരുത്. പിന്നെ കാക്ക ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെയും ചെയ്യാം. പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഫുള്ള് മെയിൻ ഓഫ് ചെയ്തിട്ട് ഇൻവേർട്ടർ വരെ ഓഫ് ചെയ്യണം. ഇൻവേർട്ടർ ഉള്ളവരാണെങ്കിൽ അതുവരെ ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെളുക്കുന്നുണ്ട്. പക്ഷേ കെയർഫുൾ അല്ലാത്ത ഇനി അത് കണ്ടിട്ട് ആരെങ്കിലും ട്രൈ ചെയ്തിട്ട് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തിട്ടുള്ള സ്പേസുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ നമുക്ക് സ്ക്രബ്ബറൊന്നും എത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ടാവും ഇതിൻ്റെ അരികു ഭാഗങ്ങൾ. അതിലേക്ക് എന്ത് ചെയ്യുക, ഈ വെള്ളം ഇങ്ങനെ ഈ നീരിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ താനെ അതിങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അതങ്ങനെ പ്രവർത്തിച്ചോളും. നല്ല പവറാണ് ഇതിന്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ കട്ടിംഗ് ബോർഡിലൊക്കെ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അതുപോലെ ബാത്റൂമിലും കറ പിടിച്ച ക്ലോസറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇത് ക്ലിയറിങ് ചെയ്യാം. ഈ ഭാഗത്തൊക്കെ കുറച്ചങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള അറകളും ഇതെല്ലാം അവിടെ പുറത്ത് കൊട്ടത്തളത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, അതിലേക്കും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒന്ന് തുടക്കാനോ അടിച്ചു വാരാനോ എന്തിനെങ്കിലുമൊക്കെ നമുക്ക് പോവാം. ഫ്രിഡ്ജിൻ്റെ സ്റ്റാൻഡ് വരെ ക്ലീൻ ചെയ്യാൻ ഇത് പറ്റും. നമ്മളതൊക്കെ തീർത്ത് വരുമ്പോഴേക്കും ഇത് ഇന്ന് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ ഒരു തുണി എടുത്തിട്ട് ഇതങ്ങനെ തുടച്ചെടുത്താൽ മതി. തുടച്ചെടുക്കുമ്പോൾ കാണാം അതിൻ്റെ മാജിക്ക്. നമ്മൾ നെട്ടിപ്പിക്കും. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെ ക്ലീൻ ചെയ്താൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇനി ഇതിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുകയാണ്. പിന്നെ ഉൾഭാഗത്ത് എച്ചിൽ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും, അപ്പോൾ അതൊക്കെ ഇത് പ്രവർത്തിച്ചോളും. അതുപോലെ യൂണിഫോമിൽ കറകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ യൂണിഫോമിലൊക്കെ കോളറിൻ്റെ ഭാഗത്തെല്ലാം ഇത് വരത്തിട്ട് കൊടുക്കുക. കറ അതിൽ പിടിച്ച് നിൽക്കുന്നില്ല, ടെൻഷനേ വേണ്ട. ഇതിവിടെ അമ്മ കട്ടിംഗ് ബോർഡിലേക്ക് അതുപോലെ കറയായ ഭാഗത്തൊക്കെ ഇപ്പം എൻ്റെ കോളറിലൊക്കെ കറയായ ഉമ്മ ഇവിടെ അങ്ങനെ ഈ ഒരു വാഴക്കൊമ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കഴിഞ്ഞ മാസം ഫ്രിഡ്ജിലേക്ക് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യല്ലേ, റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇട്ടാൽ മതി. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങൾ മാത്രമേ ഞാൻ ഇതിലിടാറുള്ളൂ. അതുപോലെ ഈസി കുക്ക് ഇതാ 10 മിനിറ്റ് കൊണ്ട് നല്ല മാജിക്കാണ്. ഇതിൻ്റെ 2-3 അയൽവാസികൾ ഇതുപോലെ ട്രൈ ചെയ്ത് അവർക്ക് ഈസി കുക്കൊക്കെ വിരുന്നുകാർ വരുമ്പോൾ അവരുടെ മുമ്പിൽ എടുക്കാനും മടിയാന്ന് പറഞ്ഞ് കറുപ്പ് കളറായിട്ട്. അത് നമ്മൾ ഈസി കുക്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, കട്ടി കുറഞ്ഞിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളോ അതുപോലെ അലുമിനിയം പാത്രങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റീൽ യൂസ് ചെയ്യണം, നല്ല കട്ടിയുള്ളത് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ചിലരെന്ത് ചെയ്യുക അറിയാം, അതിൽ മീൻ പൊരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കട്ടിയില്ലാത്ത ഫ്രൈ പാനൊക്കെ വെക്കും. അങ്ങനെ ചെയ്ത് ഒരിക്കലും നമ്മുടെ ഈസി കുക്കിൻ്റെ കളറ് മാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തിട്ടേക്കുക. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. എല്ലാവരും നോമ്പിൻ്റെ ക്ഷീണത്തിലൊക്കെ ആവും, എന്നാലും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യണേ. മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. വേണ്ടവരെയൊക്കെ ഷോർട്സ് എന്ന നമ്പർ എടുത്തിട്ട് അതിൽ
മെസ്സേജ് അയക്കുക. പെരുന്നാളിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട്, കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോ അതുകൊണ്ടാണൊന്ന് പെൻഡിങ് ആയത്. ഇനി ഇൻഷാ അള്ളാ ഇടാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.